ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. കാമോ വസന്തമലയാനിലബന്ധുശാലീ കാന്താകടാക്ഷവിശിഖൈർവികസദ്വിലാസൈ വിദ്ധ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാഥ ജഗതേ മൃദുഹാസഭാജാം. നമ്മൾ ഈ ഒരു ശ്ലോകത്തിൽ ദേവേന്ദ്രൻ പറഞ്ഞയച്ച ആ കാമദേവനും ആ ദേവസുന്ദരിമാരും ഭഗവാനെ, ആ നരനാരായണ മൂർത്തിമാരെ എപ്രകാരമാണോ ആ തപസ്സിൽ നിന്ന് ഇളക്കാൻ ശ്രമിച്ചതെന്നും അതിൻ്റെ അനന്തരഫലം എന്താണെന്നും ഒക്കെയുള്ളതാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കാണുന്നത്. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. കാമോ, കാമഹ എന്ന് പറഞ്ഞാൽ കാമദേവൻ. വസന്തമലയാനില ബന്ധുശാലി, വസന്തൻ, മലയാനിലൻ എന്നിങ്ങനെയുള്ള ബന്ധുക്കളോടുകൂടി എന്ന് പറഞ്ഞാൽ മലയാനിലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തെക്കൻ കാറ്റെന്ന് പറയില്ലേ, ഇതൊക്കെ ഒരു പ്രണയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ തപസ്സിനെ ഇളക്കാൻ പ്രകൃതി മനോഹാരിതയ്ക്ക് കഴിയും. നമ്മൾ ബാക്കി എല്ലാ തരത്തിലും നമ്മളിൽ നിയന്ത്രണ വിധേയരായാൽ പോലും ചില പ്രകൃതി സൗന്ദര്യങ്ങൾ നമ്മളെ പലപ്പോഴും വല്ലാതെ ആകർഷിക്കാറുണ്ട് അല്ലേ. ചിലപ്പോൾ മഴയുടെ സൗന്ദര്യമാകാം, ചിലപ്പോൾ കിളികളുടെ പാട്ടാകാം, അങ്ങനെ ചിലപ്പോൾ സസ്യങ്ങൾ അങ്ങനെ അതിൻ്റെ മഴയത്തും മറ്റും തലയാട്ടി നിൽക്കുന്ന ആ പ്രകൃതി സൗന്ദര്യമാകും. പലതും നമ്മുടെ മനസ്സിനെ പലപ്പോഴും ഹരിക്കാറുണ്ട്, അതിനെയൊക്കെ ഇങ്ങനെ ആവാഹിച്ചെടുക്കാറുണ്ട്. ഇവിടെ അതേപോലെ തന്നെ ആ ഒരു അത് പ്രണയത്തിൻ്റെ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ പോലും ഒരു ഇഷ്ടത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് അതിന് നമ്മളെ സ്വാധീനം ചെലുത്താൻ കഴിയാറുണ്ട് പ്രകൃതി സൗന്ദര്യത്തിന്. ഇവിടെ ഈ തെക്കൻ കാറ്റ്, വസന്തൻ തുടങ്ങിയ ഇവയൊക്കെ അവരുടെ ചങ്ങാതിമാരോടുകൂടി ബന്ധുക്കളോടുകൂടി വിട്ടു എന്ന് പറയുമ്പോൾ അതിന് പരമാവധി ആ ഒരു ധ്യാന അവസ്ഥയിലിരിക്കുന്ന നരനാരായണന്മാരെ വ്യതിചലിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ സാമഗ്രികളും അവിടെ ദേവേന്ദ്രൻ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇവയെല്ലാമായിട്ട് വന്നു, അവിടെ നരനാരായണ മൂർത്തിയുടെ അടുത്ത് എത്തിച്ചേർന്നു. എന്നിട്ടോ കാന്താകടാക്ഷവിശിഖൈർവികസദ്വിലാസൈഹി, കാന്താകടാക്ഷവിശിഖൈഹി വികസദ്വിലാസൈഹി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കാന്താകടാക്ഷവിശിഖൈർവിലസദ്വിലാസൈഹി. കാന്താകടാക്ഷവിശിഖൈ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ കാന്ത എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ അപ്സര സ്ത്രീകളുടെ കടാക്ഷം, കാന്താകടാക്ഷം എന്ന് പറയുന്നത് ഈ അപ്സര സ്ത്രീകളുടെ കടക്കണ്ണുകൊണ്ടുള്ള, അതായത് ഈ വിശിഖൈ എന്ന് പറഞ്ഞാൽ ശരങ്ങളെന്നാണ്. അവരുടെ ആ കടക്കണ്ണിലെ ശരങ്ങൾ കൊണ്ട് വികസദ്വിലാസൈ, അതായത് വികസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലുതായിക്കൊണ്ടിരിക്കുന്ന, വിലാസൈ എന്ന് പറഞ്ഞാൽ ആ സൗന്ദര്യത്തോടു കൂടി. അപ്പോൾ തങ്ങളുടെ കണ്ണുകളുടെ ആ വർദ്ധിച്ചു വരുന്ന സൗന്ദര്യത്തിൻ്റെ അല്ലെങ്കിൽ വർദ്ധിച്ച സൗന്ദര്യം അങ്ങനെ വഴിഞ്ഞു തുളുമ്പുന്ന ആ കടക്കണ്ണുകളുടെ ശരങ്ങളാൽ പറയുകയാണ് വിദ്ധ്യൻ മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം. ഇവിടെ വിദ്ധ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടനം ഏൽപ്പിച്ച, അതായത് തങ്ങളുടെ കടക്കണ്ണിലെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ ശരങ്ങൾ കൊണ്ട് ആ ഒരു ആകർഷണത്തിൻ്റെ വശീകരിക്കാനുള്ള ആ ഒരു തേൻ പുരട്ടിയ ശരങ്ങൾ കൊണ്ട് അതിൻ്റെ പ്രഹരമേൽപ്പിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുന്ദരിമാരൊക്കെയും ഈ ദേവാംഗനമാരൊക്കെയും വന്ന ഈ നരനാരായണ മൂർത്തിമാരുടെ സമീപം വന്ന് നിന്ന് തങ്ങളുടെ ആ ഒരു അംഗലാവണ്യത്തിൻ്റെ
ചേഷ്ട കൊണ്ട് അതിലേക്ക് ആ നരനാരായണ മൂർത്തിമാരുടെ ചിത്തത്തെ വശീകരിക്കാൻ വേണ്ടി തങ്ങളുടെ കടക്കണ്ണുകൾ കൊണ്ട് അങ്ങനെ ഒരു പുഞ്ചിരി, കണ്ണുകൾ കൊണ്ട് പുഞ്ചിരിക്കുന്നതിന് വശ്യത കൂടുതലാണ്, എപ്പോഴും അതിനൊരു ഭംഗി കൂടുതലാണ്. അങ്ങനെ നമുക്ക് ഭഗവാന്റെ കണ്ണിലേക്ക് നോക്കിയാലും അറിയാം, ഭഗവാന്റെ കണ്ണിൽ ആ ചിരി, മുഖത്തെ പുഞ്ചിരിയുടെ പ്രതിഫലനം ഭഗവാന്റെ കണ്ണിലും നമുക്ക് കാണാനാവും അല്ലേ. അതേപോലെ ആ കണ്ണുകളിലൂടെ, ആ കടക്കണ്ണിൻ്റെ ശരങ്ങൾ കൊണ്ട് ഭഗവാനെ, ഈ നരനാരായണ മൂർത്തിമാരെ അങ്ങനെ വ്യതിചലിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു. എങ്ങനെ? മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം. മുഹു അകമ്പം ഉദീക്ഷ്യ. ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് മുഹുർമുഹുരകമ്പമുദീക്ഷ്യ. മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും, മുഹുർമുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതിന് ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടും, ഈ നരനാരായണ മൂർത്തിമാരുടെ തപസ്സിനെ ഇളക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടും അകമ്പം ഉദീക്ഷ്യ. അകമ്പം എന്ന് പറഞ്ഞാൽ ചലിക്കാത്തതായിട്ട് എന്ന് പറഞ്ഞാൽ അത്രമാത്രം താൻ ഏതൊരു ധ്യാനാവസ്ഥയിലാണോ ഇരിക്കുന്നത്, ആ ധ്യാനാവസ്ഥയിൽ നിന്നും ഒരല്പം കൂടി വ്യതിചലിപ്പിക്കാൻ, ആ നരനാരായണ മൂർത്തിമാരെ വ്യതിചലിപ്പിക്കാൻ ഈ ചുറ്റിന് നിരത്തി നിർത്തിയ വശീകരണത്തിൻ്റെ അല്ലെങ്കിൽ സ്വാധീന ശക്തികളുടെ, പ്രപഞ്ച ശക്തികളുടെ ആയുധങ്ങൾ കൊണ്ട് കഴിയാതെ വന്നപ്പോൾ, അകമ്പം എന്ന് പറഞ്ഞാൽ അതിനെ തീരെ ഇളക്കാൻ കഴിയാതെ വന്നപ്പോൾ, അങ്ങനെ അല്പം പോലും ഇളകുന്നില്ല എന്ന് ഉദീക്ഷ്യ കണ്ടിട്ട്, ത്വാം എന്ന് പറഞ്ഞാൽ അങ്ങയെ അല്പം പോലും ആ ഒരു ഇതിൽ നിന്നും ഇളക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ടിട്ട്, ഭീതസ്ത്വയാഥ ജഗതേ മൃദുഹാസഭാജ. ഭീതസ്ത്വയാഥ, ഭീതഃ ത്വയാ അഥ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഭീതസ്ത്വയാഥ. ഭീതഃ എന്ന് പറഞ്ഞാൽ ഭയന്ന്, ത്വയാ അങ്ങയാൽ, അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, ജഗതേ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു. എങ്ങനെ? മൃദുഹാസഭാജ, വളരെ ശാന്തസുന്ദരമായ ചെറുപുഞ്ചിരി പൊഴിക്കുന്ന ആ പൂമുഖത്ത് നിന്നും അങ്ങയാൽ ഇപ്രകാരം പറയപ്പെട്ടു. അപ്പോൾ അങ്ങയെ ഇത്രയും ആ ഒരു നരനാരായണ മൂർത്തിമാരെ തങ്ങളുടെ ഈ പ്രപഞ്ചശക്തികളുടെ ബാഹ്യ സൗന്ദര്യം ഉപയോഗിച്ച് ഭ്രമിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ആന്തരിക സൗന്ദര്യം കൊണ്ട് ധന്യരായിരുന്ന ആ നരനാരായണ മൂർത്തിമാരെ, ആ ധന്യാത്മാക്കളെ വ്യതിചലിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ടപ്പോൾ സത്യത്തിൽ ഈ നരനാരായണ മൂർത്തിമാരെ ഭ്രമിപ്പിക്കാൻ വന്നവരാകെ ഭയന്നുപോയി. കാരണം തങ്ങളെ കൊണ്ട് ചലിപ്പിക്കാൻ കഴിയുന്നതാണ് പ്രപഞ്ചത്തിലെ ബാക്കി എല്ലാ സൃഷ്ടികളും. അപ്പോൾ ഈ 2 പേരെ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവർ അമാനുഷ്യരാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരാകെ ഭയന്നുപോയി. ഇനി തങ്ങൾ ചെയ്ത ഈ അപരാധത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്നൊരു ഭയം. അങ്ങനെയുള്ള അവരോട് ആ നരനാരായണ മൂർത്തിമാർ ആ ആന്തരികമായ ധന്യതയിൽ നിറഞ്ഞു നിന്നിരുന്ന ആ നരനാരായണ മൂർത്തിമാർ കോപിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഒരു ചെറുപുഞ്ചിരിയോടുകൂടി, അതും വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ചെറുപുഞ്ചിരി വഴിഞ്ഞൊഴുകുന്ന ആ തിരുമുഖത്ത് നിന്നും അവരോട് ഇപ്രകാരം പറഞ്ഞു. ആത്മീയമായ ശക്തി നേടിയ ഒരുവനെ തകർക്കാൻ 1000 കുതിരയുടെ ശക്തിക്കു പോലും ആവില്ല എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. ഇവിടെയും അതുതന്നെയാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം, ആ നരനാരായണ മൂർത്തിമാരെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ബലം ഒരു പക്ഷേ ദേവേന്ദ്രനോ അല്ലെങ്കിൽ ഈ നരനാരായണ മൂർത്തിമാരെ ഭ്രമിപ്പിക്കാൻ വന്ന മറ്റു ശക്തികൾക്കോ സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിനും അപ്പുറം നേടിയിട്ടുള്ള, നമുക്കറിയാം സഹസ്രകവചനെ കൊല്ലാൻ തന്നെ 1000 സംവത്സരം തപസ് ചെയ്ത ആ ധന്യാത്മാക്കൾക്ക് എത്രമാത്രം ആത്മീയ ബലമുണ്ടാവും. അങ്ങനെയുള്ള ഒരു ശക്തിയെ ഈ പ്രപഞ്ചത്തിലെ തുച്ഛമായ പ്രപഞ്ച സൃഷ്ടികളുടെ ശക്തി കൊണ്ട് ഇളക്കാനാവുന്നതല്ല.
ഒരു ആനയെ ഉറുമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്നത് പോലെ ഭഗവാനെ അവിടുത്തെ ഇളക്കാൻ, അവിടുത്തെ ഭ്രമിപ്പിക്കാൻ, അവിടുത്തെ ചലിപ്പിക്കാൻ ഏതൊരു ശക്തിക്കാണ് കഴിയുക? ഇവിടെ ഭഗവാൻ അത് തെളിയിച്ചു തരികയായിരുന്നു. വേണ്ടത് ഉള്ളിൽ നമുക്കൊരു ബലമുണ്ടാവണം, ആ ഈശ്വരനിൽ ഒരു ഉറപ്പുണ്ടാവണം. അങ്ങനെ വന്നാൽ ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും തന്നെയും തന്നെ ചലിപ്പിക്കാനോ ഭ്രമിപ്പിക്കാനോ കഴിയുകയില്ല, തന്നെ തകർക്കാൻ കഴിയുകയില്ല, തൻ്റെ പാതയിൽ നിന്നും തന്നെ വ്യതിചലിപ്പിക്കാൻ കഴിയുകയില്ല. ഭഗവാൻ നമുക്ക് തരുന്ന വലിയൊരു പാഠമാണ്. പലപ്പോഴും നമ്മളൊക്കെ ബാഹ്യമായ പല ശക്തികളുടെയും സ്വാധീനത്തിൽ പെട്ടുപോകുന്നത് ഉള്ളിൽ ഈ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഭഗവാൻ നമുക്കത് കാണിച്ചു തരികയാണ്. നമ്മളെ ഭ്രമിപ്പിക്കാൻ പല വിധത്തിലുള്ള പ്രപഞ്ച ശക്തികൾ ഉൾപ്പെടെ ബാഹ്യമായ പല ശക്തികളും നമ്മളെ പ്രലോഭിപ്പിച്ചു എന്ന് വരാം. പക്ഷേ ഉള്ളിൽ ഈശ്വരൻ എന്ന സത്യത്തെ നന്നായി അനുഭവിച്ചറിഞ്ഞ, നന്നായി ഉറപ്പുള്ള ഒരു വ്യക്തി ഇതുപോലെയുള്ള ഭൗതികമായ വിഷയങ്ങളിൽ വല്ലാതെ ഭ്രമിച്ചു പോവുകയില്ല. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. കാമോ വസന്തമലയാനില ബന്ധുശാലി കാന്താകടാക്ഷ വിശിഖൈർവികസദ്വിലാസൈഃ വിദ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാഥ ജഗതേ മൃദുഹാസഭാജാം. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്നുകൂടി നോക്കാം. നമുക്ക് ആദ്യത്തെ പദത്തിൽ വസന്തമലയാനില ബന്ധുശാലി അത് ചേർത്ത് തന്നെ എടുക്കണം. അതുപോലെ രണ്ടാമത്തെ വരി മുഴുവൻ തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. കാന്താകടാക്ഷ വിശിഖൈർവികസദ്വിലാസൈഃ. പിന്നെ അടുത്തത് നമ്മൾ മൂന്നാമത്തെ വരിയിൽ വരുമ്പോൾ മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം. അവിടെ മുഹുർമുഹുരകമ്പമുദീക്ഷ്യ, അവിടെ രായ ജോയിൻ ചെയ്യാൻ വന്നതാണ്. മുഹു അകമ്പാണ്. അതുകൊണ്ട് രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കണം. മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം. അതുപോലെ അകമ്പം ഉദീക്ഷ്യ ഉകാരം കൊടുക്കുക. പിന്നെ ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ ഈ ഒരു ശ്ലോകം കൊണ്ട് നിർത്തുകയാണ്. 2 ശ്ലോകം എടുക്കണമെന്ന് കരുതിയതാണ്. ഇന്ന് കുറച്ചൊരു അത്യാവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ഒരു ശ്ലോകമായിട്ട് നിർത്തുകയാണ്. ഹരേ കൃഷ്ണ.